അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1270, സൂറത്തുൽ അംഫാൽ 60 മുതൽ 63 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَأَعِدُّوا لَهُم مَّا اسْتَطَعْتُم مِّن قُوَّةٍ وَمِن رِّبَاطِ الْخَيْلِ تُرْهِبُونَ بِهِ عَدُوَّ اللَّهِ وَعَدُوَّكُمْ وَآخَرِينَ مِن دُونِهِمْ لَا تَعْلَمُونَهُمُ اللَّهُ يَعْلَمُهُمْ وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون وإن جنحوا للسلم فاجنح لها وتوكل على الله إنه هو السميع العليم وإن يريدوا أن يخدعوك فإن حسبك الله هو الذي أيدك بنصره وبالمؤمنين وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وأعدوا لهم, ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെക്കുക, മസ്തതഅതും മിൻ ഖുവ്വത്തി, നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്ര ശക്തി നിങ്ങൾ ഒരുക്കി വെക്കുക. വമിൻ റിബാത്തിൽ ഖൈലി, കെട്ടി നിർത്തിയ കുതിരകളിൽ നിന്നും നിങ്ങൾക്കാവുന്നത്ര നിങ്ങൾ റെഡിയാക്കി നിർത്തുക. തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വക്കും, ആ അവകൾ മുഖേന അല്ലാഹുവിന്റെ ശത്രുവിനെയും നിങ്ങളുടെ ശത്രുവിനെയും നിങ്ങൾ ഭയപ്പെടുത്തും. നിങ്ങളുമായി വെറുതെ ചൊറിയാൻ വന്നാൽ പണി കിട്ടുമെന്നൊരു ഭയം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിവെക്കണം. വആഖരീന മിൻ ദൂനിഹിം, അവരല്ലാത്ത മറ്റു ചിലരെയും ഭയപ്പെടുത്താൻ വേണ്ടി. ലാ തഅലമൂനഹും, അവരാരാണെന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹു യഅലമുഹും, അല്ലാഹുവിന് അവരെ അറിയാം. അതായത് പ്രത്യക്ഷത്തിൽ ശത്രുക്കളായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പല ശത്രുക്കളും നിങ്ങളുടെ എതിർ വിഭാഗത്തിൽ നിങ്ങളെ പരമാവധി ഉപദ്രവിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള വല്ല ശത്രുക്കളും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവരെ പ്രതിരോധിക്കാൻ സാധിക്കും വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിവെക്കണം. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് എന്തും യുവഫയിലേക്കും, അതിന്റെ പ്രതിഫലം നിങ്ങളിലേക്ക് പൂർത്തിയാക്കി നൽകപ്പെടുന്നതാണ്. വഅൻതും ലാ തുളമൂൻ, നിങ്ങൾ ആക്രമിക്കപ്പെടാത്ത നിലക്ക്. അതായത് കുതിരകളെ കെട്ടി നിർത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവുണ്ടാവും അവകളെ തീറ്റിപ്പോറ്റാൻ. അതുപോലെ തന്നെ ആയുധങ്ങൾ സംഭരിക്കാനും മറ്റുമൊക്കെ ധാരാളം പണം ചെലവിടേണ്ടി വരും. അങ്ങനെ പണം ചെലവിടുന്നതൊന്നും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കതൊരു നഷ്ടമുള്ള കാര്യമല്ല. നീതിയും സത്യവും നിലനിൽക്കാനും അധർമ്മവും അക്രമവും നിഷ്കാസനം ചെയ്യാനും വേണ്ടിയുള്ള ശ്രമകരമായ ഒരു ജോലിയാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ ചെലവാക്കുന്ന ഓരോ പൈസയും അത് നിങ്ങൾക്ക് പരലോകത്ത് വലിയ പ്രതിഫലാർഹമായ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിപ്പിക്കും എന്നാണ് പറയുന്നത്. വൈൻ ജനഹു ലിസ്സൽമി, നിങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടത്തി ശത്രുവിനെ നേരിടാനുള്ള എല്ലാ സംവിധാനവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും വൈൻ ജനഹു ലിസ്സൽമി, ആ ശത്രുക്കൾ സന്ധിക്ക് ഒരുങ്ങി വന്നാൽ ഫജ്നഹലഹ, അതിന് നിങ്ങളും തയ്യാറാവണം. തങ്ങളോട് അല്ലാഹു പറയാണ്. അതായത് ഇസ്ലാം ഒരു രക്തക്കൊതിയുടെ മതമല്ല. എങ്ങനെയെങ്കിലും ഒരു പോരാട്ടം സംഘടിപ്പിക്കാൻ, അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ യുദ്ധത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന കൾച്ചർ, അതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങോട്ട് തുടങ്ങിയവരെ അക്രമം പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ യുദ്ധ നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ നമുക്കെതിരെ പല അക്രമങ്ങളും നടത്തിയതിനു ശേഷവും
അവർ സന്ധിയിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഇനി മുതൽ നമുക്ക് ഒന്നിച്ചു പോകാം, ഒരു യോജിപ്പിലെത്താം, ഒരു വെടിനിർത്തൽ കരാർ നമുക്കുണ്ടാക്കാം എന്നൊരു കണ്ടീഷനിൽ അവരെത്തിയാൽ ഫജ്നഹലഹ, തങ്ങളും അതിന് നിന്നുകൊടുക്കണം, അഥവാ കരാറിനോട് തങ്ങൾ യോജിക്കണം. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ ബരമേൽപ്പിക്കുകയും വേണം. അതായത് ഒരു പക്ഷെ അവർ കരാറുണ്ടാക്കുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്യാനായിരിക്കും. തൽക്കാലം അവർക്ക് യുദ്ധം കുറച്ച് നീട്ടിക്കിട്ടാനുള്ളൊരു കുതന്ത്രമായിരിക്കാം ചിലപ്പോ. അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ തൽക്കാലം അവർ സന്ധിക്ക് റെഡിയാണെന്നല്ലേ പറഞ്ഞത്? ആ സന്ധിക്ക് റെഡിയാണ്, നമ്മൾ തമ്മിലുള്ള വെടിനിർത്തലിന് തയ്യാറാണ് എന്നൊരു വിഭാഗം സമാധാന സന്ദേശം മുഴക്കിയാൽ, ആ സമാധാന സന്ദേശം മുഴക്കിയ ആളുകളുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല. ഒരു പക്ഷെ അവർക്ക് ദുരുദ്ദേശമുണ്ടാവാം. ആ ദുരുദ്ദേശമുള്ളവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവനാണല്ലോ നിങ്ങളുടെ സംരക്ഷകനായ അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ധിയിലേർപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ മേലിൽ ബരമേൽപ്പിക്കുക. അതായത് പടച്ചോൻ ഏതൊരു നിർണായകമായ ഘട്ടത്തിൽ പാലം വലിക്കാൻ വേണ്ടി ശത്രുക്കളുടെ കുതന്ത്രമാണെങ്കിൽ അത് വേണ്ടതുപോലെ നീ സഹായിച്ചേക്കണേ എന്നാണ് ആ തവക്കൽ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾ ബരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നഹു ഹുവ സമീഉൽ അലീം, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം ആളുകളുടെ വാക്കുകൾ കേൾക്കുന്നവരും അവരുടെ മനസ്സറിയുന്നവരുമാണ്. അപ്പൊ സന്ധിയിലേർപ്പെടുന്നവരുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് പടച്ചവനറിയാം. അത് മോശമായ ഒരു ഉദ്ദേശമാണെങ്കിൽ അവരെ പിടികൂടാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനം ആര് ചെയ്തോളും? അള്ളാഹു ചെയ്തോളും. നിങ്ങൾ ബാഹ്യമായി അവർ സന്ധി ചെയ്യാമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ സന്ധിയിലേക്ക് വരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും വലിയ വിശാല കാഴ്ചപ്പാട് സമാധാനത്തിനു വേണ്ടി നൽകിയ മതമാണ് ഇസ്ലാം. ആ മതത്തെ അങ്ങേയറ്റം പ്രതിലോമകരമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി അവതരിപ്പിക്കുന്ന സാധുക്കളോട് നമുക്ക് പറയാനുള്ളത് ആടെന്നറിഞ്ഞു പ്രഭോ അങ്ങാടി വാടിഭം എന്നാണ്. വയ്യുരീദു അയ്യഹദഊക, അതെന്നെ ഒന്നുകൂടി വിശദീകരിക്കണം. വയ്യുരീദു അയ്യഹദഊക, ആ സന്ധിയിലേർപ്പെടാൻ വന്നവർ തങ്ങളെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈന്ന ഹസ്ബക്കല്ലാഹ്, നിശ്ചയം തങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ്. അഥവാ അവരിൽ നിന്ന് അള്ളാഹു തആല തങ്ങൾക്ക് സംരക്ഷണം തരും. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, അള്ളാഹു ആകുന്നു അവന്റെ സഹായം കൊണ്ട് തങ്ങളെ ശക്തിപ്പെടുത്തിയവൻ. വബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ കൊണ്ടും തങ്ങളെ ശക്തിപ്പെടുത്തിയത് അള്ളാഹു ആണ്. അപ്പൊ തങ്ങൾക്ക് സഹായിക്കാൻ അള്ളാഹുവും യഥാർത്ഥ സത്യവിശ്വാസികൾ, നല്ല അർപ്പണബോധമുള്ള സത്യവിശ്വാസികളുമുണ്ട്. ആ സത്യവിശ്വാസികളും അള്ളാഹു നിങ്ങളെ കൈയൊഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ചതിക്കാനാണ് പരിപാടിയെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനം അള്ളാഹു തആല എടുത്തുകൊള്ളും. വഅല്ലഫ ബൈന ഖുലൂബിഹിം, ആ വിശ്വാസികൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു തആല ഇണക്കമുണ്ടാക്കി, യോജിപ്പുണ്ടാക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള ധനം മുഴുവനും തങ്ങൾ ചെലവഴിച്ചാലും അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ, യോജിപ്പുണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷേ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കി. ഇന്നഹു അസീസുൻ ഹക്കീം, കാരണം അള്ളാഹു തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. ബഹുമാനപ്പെട്ട ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ സൂക്തങ്ങളിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഒന്ന്, ഇസ്ലാമിന്റെ നാശം കൊതിക്കുന്ന ശത്രുക്കൾ അവരേതു വിധേനയും നമ്മളെ തകർക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരായി മാറേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലം മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശത്രുക്കളിൽ നിന്ന് വരുന്ന അതിക്രമങ്ങളെ സഹിക്കാനും ക്ഷമിക്കാനും മാത്രം ശീലിച്ചിട്ടുള്ള ഒരു കാലഘട്ടം. കാരണം പ്രതിരോധം എന്ന് പറയുന്ന സംഗതി സാധ്യമാവണമെങ്കിലും അതിന് ചില പശ്ചാത്തലങ്ങൾ ഒരുക്കപ്പെടണം. ആ പശ്ചാത്തലങ്ങൾ ഒരുക്കപ്പെടാത്ത കാലം ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലുള്ള 13 കൊല്ലക്കാലം, ആ 13 കൊല്ലക്കാലവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് തീരെ ആളും അർത്ഥവുമില്ലാത്ത, കുടുംബങ്ങളുടെ ബലമില്ലാത്തവരൊക്കെ തെരഞ്ഞു പിടിച്ച് മക്കത്തെ മുശ്രിക്കുകൾ അങ്ങേയറ്റം അക്രമത്തിന് വിധേയമാക്കിയിരുന്നു. ആ അക്രമങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ നല്ല ധീരന്മാരായ ചില സഹാബികൾ നബിയെ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ പോലും
നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു അനുമതി വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ക്ഷമിക്കലാണ് ബുദ്ധി. അങ്ങനെയാണ്. ഒരു വിഷയത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിന്റെ വരും വരായികകളെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചനയും ചിന്തയും വേണം. അതൊന്നുമില്ലാതെ വെറുതെ ആവേശ കമ്മിറ്റിക്കാരായിട്ട് ഇങ്ങനെ എന്തിലേക്കെങ്കിലും എടുത്തു ചാടി സ്വയം അപകടത്തിലേക്കും അതേപോലെ തന്നെ കുഴപ്പത്തിലേക്കും ചാടുന്ന ബുദ്ധിശൂന്യരായി അല്ലെങ്കിൽ ചിന്താശേഷിയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. കാരണം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അങ്ങൂലി പരിമിതരായ മെമ്പേഴ്സാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ശത്രുക്കൾ ഒരു നാടിന്റെ തന്നെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടെ ഇസ്ലാമിനെ തകർക്കാൻ കാത്തിരിക്കുന്ന ആളുകളും. ആ ആളുകളുടെ മുന്നിൽ വെറുതെ ചെന്ന് കിട്ടുന്നതെല്ലാം വരവ് വെച്ച് തിരിച്ചു പോന്നിട്ട് കൂടുതൽ ദുർബലരാകുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലത്തെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ആ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സ്വീകരിച്ചു. അന്ന് പ്രയാസം അനുഭവിച്ച സഹാബികളോടൊക്കെ മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ ആശ്വാസത്തിന്റെ വാക്കെന്താ? നിങ്ങൾ ക്ഷമിച്ചോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീൻ, ആ ദീനിനെ അല്ലാഹു ശക്തിപ്പെടുത്തും. ഈ ദീനിന്റെ കാര്യം അല്ലാഹു തആല ശക്തിപ്പെടുത്തും. ഈ ദീനിനെ അല്ലാഹു തആല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ഇത് തൽക്കാലത്തേക്കുള്ള നമ്മുടെ പ്രതിസന്ധികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ഇതിനെല്ലാം നിങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു മുത്തുനബി ചെയ്തിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി സാമാന്യം തർക്കമില്ലാത്ത ഒരു ഭദ്രത ഇസ്ലാമിക സംവിധാനത്തിന് വന്നു. പ്രതിരോധം ആവശ്യമെങ്കിൽ ആ പ്രതിരോധം അപരാധമല്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഇസ്ലാമിന്റെ അംഗബലവും അതേപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതികളും ഒക്കെ എത്താൻ തുടങ്ങി. അങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അതിക്രമം ഇല്ലായ്മ ചെയ്യാനും അതേപോലെ അധർമ്മം നിഷ്കാസനം ചെയ്യാനും വേണ്ടി പ്രതിരോധ മാർഗങ്ങളിലേക്ക് കടക്കാൻ അള്ളാഹു നിർദ്ദേശം നൽകി. ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായി അള്ളാഹു പറയാണ്, ഇനിയും ശത്രുക്കളുടെ അക്രമങ്ങൾ വരവെക്കേണ്ടതില്ല. ഇങ്ങോട്ട് കുഴപ്പത്തിന് വരുന്ന ആളുകളെ പ്രതിരോധിക്കാനും അവരെ പിടികൂടാനും ആവശ്യമായിട്ടുള്ള ആകാവുന്ന ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തണം. അതാണ് വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ. നിങ്ങൾക്ക് സാധിക്കുന്നത്ര കഴിവിൽ നിന്ന് അവർക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കണം. ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാക്കണം. ഇവിടെ ശക്തി സംഭരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അമ്പെയ്ത്താണെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട് വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ എന്നതിന്റെ വ്യാഖ്യാനമായി നബി തങ്ങൾ പറഞ്ഞു, അലാ ഇന്നൽ ഖുവ്വത അർറമ്യു, അലാ ഇന്നൽ ഖുവ്വത അർറമ്യു. അറിയണം, ശക്തി എന്ന് പറയുന്നത് അമ്പെയ്ത്താണ്. അപ്പൊ അമ്പെയ്ത്തിൽ പ്രാവീണ്യമുണ്ടാക്കാൻ പറ്റുന്ന ആളുകൾക്കത് പരിശീലിപ്പിക്കണം. എന്നിട്ട് അവരെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റെഡിയാക്കണം. കാരണം അമ്പെയ്ത്തിന് വല്ലാത്തൊരു സ്വാധീനമുണ്ട്. ശത്രുക്കളെ ഏതു ഭാഗത്തു നിന്നും നമുക്ക് പ്രതിരോധിക്കാനും അറ്റാക്ക് ചെയ്യാനും സാധിക്കും. അതേസമയത്ത് ഡയറക്ട്ലി നമ്മിലേക്ക് അതിന്റെ പ്രതിരോധമായിട്ടൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ യുദ്ധമുറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്പെയ്ത്ത്. കുതിരപ്പുറത്ത് കയറി കുതിരപ്പടയാളികളായി യുദ്ധം ചെയ്യുന്നതിനേക്കാളും പവറുള്ളതാണെന്ന് വരെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും ഈ അമ്പെയ്ത്ത് മാത്രം പ്രസക്തമാവില്ല. അപ്പോൾ കാലാൾപ്പട വേണ്ടിവരും, കുതിരപ്പടയാളികൾ വേണ്ടിവരും. അതുകൊണ്ട് അള്ളാഹു പറയാം, വമിർ റിബാത്തിൽ ഖൈലി, കെട്ടി നിർത്തിയ കുതിരകളിൽ നിന്നും നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ തയ്യാറാക്കി വെക്കുക. കുതിരകളെ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് നന്നായി തടുപ്പിച്ച് അവകൾക്ക് ആരോഗ്യമുണ്ടാക്കി ഏതു സമയത്തും ശത്രുവിന്റെ ഇടയിലേക്ക് ഇരച്ചു കയറണമെങ്കിൽ അതിന് സാധിക്കും വിധത്തിൽ നിങ്ങൾ ശക്തിപ്പെടുത്തി നിർത്തുക. അപ്പൊ അതിനുവേണ്ടി നല്ലോണം പണം ചെലവാക്കണം. കുതിരകൾക്ക് ഭക്ഷണം കൊടുക്കണം, പുല്ല് വേണം, വെള്ളം വേണം, അവകളെ നോക്കാൻ ചിലപ്പോൾ മേക്കുകാരനെ നിർത്തേണ്ടി വരും. ഇതിനെല്ലാം ചെലവുണ്ടാകും. ആ ചെലവൊന്നും കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട. അതാണ് അല്ലാഹു തആല പറയുന്നത്, എന്ത് വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഫീ സബീലില്ലാഹി വഫ ഇലൈക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കുന്നതിനെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി പ്രതിഫലം തരും. അതുകൊണ്ട് നിങ്ങൾ കുതിരക്ക് വെള്ളം കൊടുത്തതിനും ഭക്ഷണം കൊടുത്തതിനും അതേപോലെ തന്നെ ആ കുതിര ഭൂമിയിലൂടെ നിങ്ങളുടെ ഈ സംരക്ഷണത്തിൽ അവകളിങ്ങനെ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കെട്ടി നിർത്തിയ കുതിരകളിൽ നിന്നും നിങ്ങൾ
സാധിക്കുന്നത്ര തയ്യാറാക്കണം. തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വക്കും, നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കളെ ഭയപ്പെടുത്താനും, വആഖരീന മിൻ ദൂനിഹിം, അവരല്ലാത്ത ചില ശത്രുക്കളെ ഭയപ്പെടുത്താനും. ലാ തഅലമൂനഹും, അവരാരാണെന്ന് നിങ്ങൾക്കറിയില്ല, അല്ലാഹു യഅലമുഹും, അള്ളാഹുവിനെ അവരറിയാം. അതായത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടേക്കാം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ അവരെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിവെക്കണം. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫീ സബീലില്ലാഹി യുവഫ്ഫ ഇലൈക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതൊന്നും എല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും, അഥവാ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. വഅൻതും ലാ തുളമൂൻ, നിങ്ങൾ ആക്രമിക്കപ്പെടുകയേയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നോക്കൂ, ഇനി അല്ലാഹു തആല പറയുന്നത് വഇൻ ജനഹൂ ലിസ്സൽമി, സംഗതികളെത്തല്ല ഒരുക്കങ്ങളുമായി, എത്ര ശത്രു വന്നാലും നേരിടാനുള്ള സംവിധാനമുണ്ട് എന്ന് വെച്ച് നിങ്ങൾ ആരെയും വെക്കിട്ട് കയറാൻ പാടില്ല. ആരുടെത്തേക്കും അങ്ങോട്ട് നിങ്ങൾ കുഴപ്പത്തിന് പോകാൻ പാടില്ല. ഇങ്ങോട്ട് കുഴപ്പത്തിന് വന്നവരെ തന്നെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവരെങ്ങാനും സന്ധിയുടെ സന്ദേശം ഉയർത്തിയാൽ, ഇനി നമ്മൾ യുദ്ധം വേണ്ട, വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണം എന്ന് അവർ പറഞ്ഞാൽ, വൈൻ ജനഹൂൽ ഇസ്സൽമി, ശത്രുക്കൾ സമാധാന സന്ധിക്ക് അവര് ഒരുങ്ങിയാൽ, ഫജിനഹലഹ, തങ്ങളും അതിനൊരുങ്ങണം, അതിന് തങ്ങൾ തയ്യാറെടുക്കണം. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ വരമേൽപ്പിക്കുകയും വേണം. കാരണം ചിലപ്പോൾ ഈ സന്ധിക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തൽക്കാലം ഒരു ഡ്രാമയായിരിക്കും. അവർക്ക് ചില ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സാവകാശത്തിന് വേണ്ടി യുദ്ധമൊന്ന് തൽക്കാലത്തേക്കൊന്ന് സസ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കാം ശത്രു നടത്തുന്നത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതിന് അള്ളാഹു തലങ്ങളെ സഹായിക്കും. അതാണ് അള്ളാഹുവിന്റെ മേൽ വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു തആല എല്ലാവരുടെയും വാക്ക് കേൾക്കുന്നവനും അവരുടെ മനസ്സറിയുന്നവനുമാണ്. അപ്പൊ അത്തരം ദുരുദ്ദേശമൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടാകും. പക്ഷെ അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തോളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നത്. എന്തായാലും സന്ധിയുടെ സന്ദേശം ഒരു ടീം ഉയർത്തിയാൽ അതിനെ നിരാകരിക്കുന്ന ശൈലി വിശ്വാസികൾക്ക് പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലും മറ്റുമൊക്കെ ഒരു സന്ധി ഉണ്ടാക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രകോപനപരമായ ഡിമാൻഡ്സ് പറഞ്ഞിട്ട് പോലും ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സന്ധിക്കൊരുങ്ങിയതും ഇസ്ലാം സമാധാനത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് മനസ്സിലാക്കാനാണ്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് മനസ്സിലാകാതെ ചിലടത്ത് യുദ്ധം ഉണ്ടായില്ലേ എന്നതിന്റെ പേരിൽ യുദ്ധക്കൊതിയന്മാരാണ്, രക്തദാഹികളാണ് മുസ്ലിമീങ്ങൾ എന്ന് കണ്ടെത്താനും വിശദീകരിക്കാനും നിൽക്കുന്ന സാധുക്കള് അവരെന്തുമാത്രം പരിഹാസ്യരാണ് എന്നതാണ് യാഥാർത്ഥ്യവുമായി ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അല്ലാഹു ഒന്നുകൂടി പറയുന്നത്, വയ്യുരീദു അയ്യഖ്ദഉക, തങ്ങളെ വഞ്ചിക്കാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ഈ സന്ധിയിലൂടെ നിങ്ങളെ ചതിക്കാനും അവർ ശക്തി സംഭരിക്കുന്നത് വരേക്ക് ഒരു സാവകാശം കിട്ടാനുമാണ് അവർ സന്ധിയിൽ ഏർപ്പെടുന്നതെങ്കിലോ ഇന്ന ഹസ്ബക്കല്ലാഹ്, നിശ്ചയം തങ്ങൾക്ക് അല്ലാഹു മതി. അഥവാ എങ്കിലും അവരെ കൈകാര്യം ചെയ്യാനും അവരെ നേരിടാനും ആവശ്യമായിട്ടുള്ള എല്ലാ ശക്തിയും അല്ലാഹു നിങ്ങൾക്ക് തരും. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അല്ലാഹു ആണല്ലോ അവന്റെ സഹായം കൊണ്ടും വിശ്വാസികളെ കൊണ്ടും നിങ്ങളെ ശക്തിപ്പെടുത്തിയത്. അല്ലാഹു അവന്റെ സഹായം കൊണ്ടും വിശ്വാസികളെ കൊണ്ടും തങ്ങളെ ശക്തിപ്പെടുത്തി. അല്ലാഹു ഒറ്റയ്ക്ക് പോരാത്തോണ്ടല്ല, മറിച്ച് അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരെ കൂടി സഹായിക്കുന്നതിൽ പങ്കാളിത്തം വഹിപ്പിക്കുക എന്നൊരു സിസ്റ്റം പടച്ചോൻ സ്വീകരിക്കലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പോരേന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഖുർആന്റെ ഒരു ശൈലി നോക്കൂ, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, അല്ലാഹു തആല അവന്റെ സഹായം കൊണ്ട് തങ്ങളെ ശക്തിപ്പെടുത്തി. വബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ കൊണ്ടും ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ സഹായം തന്നെ പോരെ നിബിധങ്ങൾക്ക് മതി. എന്നിട്ടും എന്തേ വിശ്വാസികളെ കൊണ്ടും ശക്തിപ്പെടുത്തി പറഞ്ഞത്? അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന്റെ അടിമകളിൽ നടപ്പാക്കുന്ന അവന്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ അല്ല പോരേന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അപ്രോച്ച് ചെയ്യുന്ന ശൈലികളൊക്കെ നിരാകരിക്കാൻ നിൽക്കുന്ന ആളുകൾ ഈ ആയത്തൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കമുണ്ടാക്കി. മഹാന്മാരായ അൻസാറുകളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. അല്ലാഹു തആല മദീനക്കാർ ഔസ് ഖസറജ് എന്ന രണ്ട് ഗോത്രങ്ങളായി നിരന്തരം ശണ്ട കൂടിയും കുഴപ്പത്തിൽ ഇടപെട്ടും ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന അവർക്കിടയിൽ യോജിപ്പുണ്ടായി. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവർക്കിടയിൽ അല്ലാഹു തആല ഇണക്കമുണ്ടാക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും ചെലവാക്കിയാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ തങ്ങൾക്കാകുമായിരുന്നില്ല.
വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷെ അള്ളാഹു അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ സഹായിക്കാൻ ആവശ്യമായ സംവിധാനം അതിശക്തമായ വിധത്തിൽ പടച്ചവന് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളെ ചതിക്കാൻ ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ട എല്ലാ സംഗതികളും അള്ളാഹു തആല തങ്ങൾക്ക് പശ്ചാത്തലങ്ങൾ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. ഇന്നഹു അസീസുൻ, അള്ളാഹു തആല തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതാപിയാണ്. ഹക്കീമുൻ, അവൻ തീരുമാനങ്ങളിൽ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തണമെന്നും, എന്നാൽ നിങ്ങൾ ശത്രുവിനെ നേരിടാൻ എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന്റെ സന്ദേശം ശത്രുക്കൾ ഉയർത്തിയാൽ അതിനെ വിശ്വാസത്തിലെടുക്കുകയും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യണ്ട എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.